ഹലോ, ഇന്നത്തെ വിശേഷം നമ്മൾ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ. ഒരുപാട് ഫ്ലവറും ഇയറിൽ ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പ് മാത്രമേ ഫ്ലവർ ചെയ്യാതെ വരുള്ളൂ. എല്ലാ സീസണും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ബ്ലീഡിങ് ഹാർട്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, ഈ കളറുണ്ട്. ഇതിൽ കൂടുതൽ കളർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുവന്ന് വളർത്തിയിട്ടുള്ളതാണ്. പൈസ കൊടുത്ത് വെച്ച് 150 160 ഒക്കെയാണ് ചെറിയ പ്ലാന്റിന് പറയുന്നത്. ഒരു 4-5 ഇല ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പ്ലാന്റിന് കേട്ടോ. അപ്പോൾ ഞാനന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കട്ടിങ്സ് കിട്ടിയത് അതൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നതിൻ്റെ അതിനോട് ചോദിച്ചിട്ട് 2 കട്ടിങ്സ് കൊടുത്തിട്ട് വെച്ചതാണ്. 2 എണ്ണം പിടിപ്പിച്ചു. അതിൽ 2 പിടിച്ചു, 1 പോയി, 1 ഇങ്ങനെ ആയിട്ട്. പിന്നെ ഞാൻ ചട്ടിയിൽ ഇങ്ങനെ ബുഷി പോലെ വളർത്താമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ ചട്ടിയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടൊന്നും വരുന്നില്ല, കാണാനും വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. പൂവൊക്കെ വരും, 1-2 ഇങ്ങനെ വരും, പൂ അങ്ങനെയുള്ളൂ. പിന്നെ ഞാനത് നിലത്തേക്ക് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഭയങ്കര രസമായിട്ടുണ്ടായത് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എനിക്കിത് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പ്ലാന്റ്സ് കഴിയുമ്പോൾ ഉണ്ടാക്കി, പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുകയും ചെയ്തു കേട്ടോ. നല്ല രസത്തിൽ കാണാൻ. വൈറ്റിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫ്രണ്ട് ഒരു കട്ടിങ്സൊക്കെ തന്നിട്ട് ഞാൻ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആർച്ചിലൊക്കെ വെക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് ആർച്ചിൽ കൂടെ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡയറക്റ്റ് മണ്ണിൽ വെക്കണം, എന്നാലാണ് ഇതിൻ്റെ ഗ്രോത്ത് നല്ല ഉഷാറായിട്ട് വരുള്ളൂ കേട്ടോ. അതിൽ നല്ല ഭംഗിയുള്ള, നല്ല കാണാൻ രസമുള്ളൊരു പ്ലാന്റാണ്. വൈറ്റും ഇതും കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും രസമാവും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്